കാനഡയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ഇന്ത്യക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ച് മുൻ കനേഡിയൻ സർക്കാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആകട്ടെ ഈ ആരോപണം അവർ തന്നെ നിഷേധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കാനഡയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഇന്ത്യക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നതാണ് ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്താണ് ഇത്തരത്തിൽ ഇന്ത്യ കാനഡ ബന്ധം കൂടുതലായി തന്നെ വഷളാകുകയും ഇന്ത്യയുടെ മേൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. അതായത് അവിടെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണ് എന്ന വാദമാണ് ഉന്നയിച്ചിരുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ ഉറച്ച നിലപാടായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയതും. എന്നാൽ പുതിയ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾ വീണ്ടും ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ കാരണമായിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ബന്ധത്തിൽ കൂടുതൽ ദൃഢത ഉണ്ടാകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത്. പുതിയ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി ആകട്ടെ ട്രൂഡോയെ തള്ളി രാജ്യത്തിന്റെ പുതിയ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാർക്ക് കാർണി ഒരു പ്രധാന സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ കാനഡ ഈ വർഷത്തിൽ തന്നെ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമായി മാറുന്നത്. അതായത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി തന്നെ ഇന്ത്യയിലേക്ക് കനേഡിയൻ പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് ഏറ്റവും സവിശേഷകരമായ ഒരു വാർത്തയായി തന്നെ പുറത്തു വരുന്നത്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഇരു രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾക്കിടയിൽ പോലും ശക്തമായ നയതന്ത്ര ചർച്ചകൾ നടത്തിയതായി തന്നെ കനേഡിയൻ സർക്കാരിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാനഡയിലെ പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു പ്രതികരണത്തിനിടയിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതും. 2023 സെപ്റ്റംബറിൽ ഖലിസ്ഥാൻ ഭീകരരാകട്ടെ, അതായത് ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ട് എന്നും ട്രൂഡോ ഉന്നയിച്ചത് ആരോപണങ്ങൾക്കും വലിയ രീതിയിൽ അസംബന്ധവും ദുരൂഹപരവുമാണ് എന്നതായിരുന്നു ഇന്ത്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ കാനഡയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഖലിസ്ഥാൻ ഭീകരനിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കാനഡയുടെ പഴയ പ്രധാനമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് ഇന്ത്യ ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം കാനഡയിലെ ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് പങ്കില്ലാത്തതിനാൽ തന്നെ ഇന്ത്യൻ സർക്കാരുമായി ബന്ധമുള്ള ഏജന്റുമാരുടെ സജീവമായ വിദേശ ഇടപെടലും കാനഡയിലെ അടിച്ചമർത്തലും സംബന്ധിച്ച ആശങ്കകൾ ഇനി ബാധകമല്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരായി തന്നെ വ്യക്തമാക്കിയത്. ഇന്ത്യയുമായുള്ള കാനഡയുടെ ശ്രമങ്ങൾക്ക് അത് നിയമത്തോടുള്ള ബഹുമാനം അത് വളരെയധികം പ്രാധാന്യമാണ് എന്നതാണ് സർക്കാർ ഈ പ്രസ്താവനയിലൂടെ എടുത്തു പറയുന്നതും. അതേസമയം ഇന്ത്യയുമായുള്ള അവിടെ പുനർസ്ഥാപനത്തിനുള്ള ഞങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള സമീപനത്തിന്റെ അടിത്തറയാകട്ടെ നിയമപാലക ഇടപെടലോടുള്ള ബഹുമാനമായിരിക്കുമെന്നും നിലവിൽ ഇന്ത്യയുമായുള്ള ബന്ധം അത് പുനർസ്ഥാപിക്കുവാനും ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യവുമായുള്ള വ്യാപാരം കൂടുതൽ ആഴത്തിലാക്കാനും കാനഡ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുകയാണ്. അതേസമയം ഇതിനിടയിൽ ട്രംപ് ആകട്ടെ അതിൻ്റെ കീഴിൽ കൂടുതൽ വിശ്വാസമില്ലായ്മയായി മാറുന്നു ഈ ഒരു രീതി എന്നത്. മാത്രമല്ല അമേരിക്കയെ വാണിജ്യപരമായി തന്നെ ആശ്രയിക്കുന്നതിൽ നിന്ന് കാനഡയെ മോചിപ്പിക്കാൻ അതിൽ സഹായിക്കുന്ന 1.4 ബില്യൺ ജനങ്ങൾക്കുള്ള ഒരു വളർന്നു വരുന്ന സാമ്പത്തിക ശക്തി കേന്ദ്രമാണ് ഇന്ത്യ എന്നാണ് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ തിരിച്ചറിവ് വലിയ രീതിയിൽ പ്രയോജനകരമാക്കാനാണ് കാനഡ ശ്രമം നടത്തി വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.